പരീക്ഷണങ്ങളുടെ പല രീതികളിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ചിലപ്പോൾ രോഗങ്ങളാകാം, ചിലപ്പോൾ കടങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെയാകാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. പല രൂപങ്ങളിലാണ് മനുഷ്യനിലേക്ക് പരീക്ഷണങ്ങൾ എത്തുക, അല്ലേ? ചില ആളുകളെ വീട് നഷ്ടപ്പെടുത്തും, ചില ആളുകൾക്ക് കടങ്ങൾ കൊടുക്കും, ചില ആളുകൾക്ക് രോഗങ്ങൾ കൊടുക്കും, ചില ആളുകൾക്ക് എൻ്റെ പ്രിയമുള്ളവരെ സന്തോഷവും സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഇതിന്റെ പരീക്ഷണങ്ങളൊക്കെ എന്തിനാണ്? ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് അല്ലാഹു തആല പരീക്ഷിക്കുന്നത് എന്തിനാ? അവന്റെ ജീവിതത്തിനകത്ത് ഇവനെ ഇത് പാവപ്പെട്ടവർക്ക് എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് നോക്കാനാണ്. തുടങ്ങിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരും. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും, എത്ര വലിയ സന്തോഷങ്ങൾ നമ്മൾ കടന്നു വന്നാലും, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഖലാ ആണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഖലാ ആണല്ലോ. ഈ ഖലായിൽ നമ്മൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അവിടുന്ന് വിശ്വസിച്ചുകൊണ്ട്, തന്റെ പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമിച്ചുകൊണ്ട്, തന്റെ മുമ്പിലൂടെ കടന്നു വരുന്ന വിഷമങ്ങളിലെല്ലാം ക്ഷമിച്ചുകൊണ്ട്, അല്ലാഹുവേ സന്തോഷങ്ങളിൽ പടച്ച തമ്പുരാന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മള്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാ അവനിക്ക് അല്ലാഹു തആല സന്തോഷങ്ങൾ കൊടുത്താൽ, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്താൽ, ആ അനുഗ്രഹത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവന് ശുക്ർ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങൾ കൊടുത്താൽ, ആ വിഷമങ്ങളുടെ മുമ്പിൽ അവന് ക്ഷമിച്ചുകൊണ്ട് മുന്നേറുമല്ലോ. അവന്റെ രോഗങ്ങൾ അവനിക്ക് പ്രശ്നമല്ല, അവന്റെ കടങ്ങൾ അവനിക്ക് പ്രശ്നമല്ല. അവന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള നല്ല മനസ്സ് അവന്റെ ഹൃദയത്തിനകത്ത് കടന്നു വരുമല്ലോ, അവന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. ഇതൊരു മനുഷ്യന്റെ ജീവിതമാണ്, ഇഖ്ലാസുള്ളവന്റെ ജീവിതമാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, എത്രയോ പേര് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ, രോഗങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാ, കടങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാ, മറ്റു പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവിടൊക്കെ മുറാദുകൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾക്കെല്ലാം നീ പടച്ചവനെ അറുതി നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോയപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ കൊടുത്തതാർക്കാ? ഇവിടെ ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് ആരാണോ? അത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുത്തവരാരാ? അല്ലാഹുവിനെ ഇഷ്ടം വെച്ചവരാരാ? ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ എന്റെ അല്ലാഹ് അറിയില്ല എന്ന് പറയുന്നവരെ ഇതൊന്ന് കേൾക്ക. ഞാൻ എത്ര ദുആ ചെയ്തിട്ടും എന്റെ പടച്ചവൻ എന്നെ കേൾക്കുന്നില്ലല്ലോ, എന്നെ ഒഴിവാക്കിയോ, എന്നെ തട്ടിമാറ്റിയോ എന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിതൊന്ന് കേൾക്ക. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അത് ഹബീബും മെഹബൂബും തമ്മിലുള്ള ഏറ്റവും വലിയ അമേയമായ ബന്ധമാണല്ലോ. ആ ബന്ധത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുമോ? നമുക്ക് വർണ്ണിക്കാൻ കഴിയുമോ? എത്രത്തോളം ബന്ധമാണ് പടച്ച തമ്പുരാനും റസൂലുള്ളാഹിയും എന്നാ ആ ബന്ധത്തിനിടയിലും അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് റസൂലിനാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ ആദ്യം തന്നെ കടന്നു വന്നുകൊണ്ട് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ, ആദ്യം തന്നെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞപ്പോൾ, തബ്ബലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോകുമെടാ, നീ നശിച്ചു പോകുമെടാ എന്നവിടുന്ന് എതിരാ
മഹതിയായ വാക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തന്നെ കേട്ടിട്ടുള്ളത്. പഠിച്ചവനെ അൽ അമീൻ എന്ന് വിളിച്ചവരെ തള്ളി പറയുകയാണല്ലോ. തന്റെ കുടുംബക്കാർ, തന്റെ കൂട്ടുകാർ, തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആളുകള് പഠിച്ചവനെ അവിടുന്ന് തള്ളി പറയുന്ന സമയം കടന്നു വരികയാ. പിന്നീട് പരീക്ഷണത്തിന്റെ കാലഘട്ടമല്ലേ. തന്റെ നാട്, തന്റെ വീട്, തന്റെ സമ്പത്ത്, തന്റെ കുടുംബങ്ങള് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നല്ലോ. പഠിച്ചവനെ കഅബാലയത്തിന്റെ ചാരത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹി ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോ പഠിച്ചവനെ റസൂലുള്ളാഹിന്റെ കഴുത്തിൽ ചീഞ്ഞ കൊടൽമാല കൊണ്ടുവന്നിടുകയാണല്ലോ. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ത്വായിഫിന്റെ വരിതീരികളിലൂടെ കടന്നുപോയ പ്രവാചകര് ഒരു നേരത്തെ സമാധാനമൊന്ന് കിട്ടിയിരുന്നെങ്കിലോ, തന്നെ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലോ, പഠിച്ചവനെ ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ റസൂലുള്ളാഹി ത്വായിഫിലേക്ക് പോവുകയാണല്ലോ. ആ ത്വായിഫിലെ കരിങ്കല്ലിന്റെ ചീളുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊച്ചു കുട്ടികളെ കൊണ്ട് കല്ലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിനെ എറിയുകയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പഠിച്ച റബ്ബേ, ഇതെല്ലാം ശത്രുക്കൾ അവിടെ നിന്ന് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചല്ലോ, നബിയെ, ഈ കാണുന്ന പർവ്വതങ്ങൾക്കിടയിലിട്ടുകൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കട്ടെ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വേണ്ട വേണ്ട. അവരെങ്ങാനും ഒരാള് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ അതാണ് ഏറ്റവും വലിയ നന്മയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങൾ സഹിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ജീവിച്ചിട്ടുള്ളത്. ഒരുപാട് വേദനകളാണ്. വർഷങ്ങളോളം പട്ടിണി കിടന്ന റസൂലുള്ളാഹി പച്ചില ഭക്ഷിച്ചുകൊണ്ട് വരെ റസൂലുള്ളാഹി ജീവിച്ചിട്ടുണ്ടല്ലോ. പച്ചില ഭക്ഷിച്ചുകൊണ്ട് റബ്ബേ അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിട്ടുണ്ടല്ലോ. മുത്തുനബിയും കുടുംബവും കഴിഞ്ഞിട്ടുണ്ടല്ലോ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഓടിക്കൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പിതാവേ, ഈ പരീക്ഷണത്തിന് എന്നാണ് ഒരു അറുതി നൽകുന്നത്? പഠിച്ച റബ്ബേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ഹുവൈലിദിന്റെ പൊന്നുമോളായ ഖദീജ, ശരീരം മുഴുവനും പൊന്നുമായിട്ട് സ്വർണവുമായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന മഹദിയാ. പക്ഷേ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് തന്റെ ശരീരത്തിലുള്ള സമ്പത്ത്, തന്റെ സ്വർണങ്ങള് എല്ലാം അവിടുന്ന് പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെലവഴിച്ചല്ലോ. പിന്നെ പട്ടിണിയാണല്ലോ. അവിടുന്ന് ലോകത്തോട് വിട പറയുന്ന സമയത്ത് ആ കമ്പോളത്തിൽ ഏറ്റവും വില കുറഞ്ഞതായിട്ടുള്ള ചെറിയ മുത്തുമാല മാത്രമാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്നത്. അത്രത്തോളം ദാരിദ്ര്യം കൊണ്ട്, അത്രത്തോളം ദീനിന് വേണ്ടി തന്റെ സമ്പത്തും തന്റെ കാര്യങ്ങളും ചെലവഴിച്ചവരാണ്. വലിയ ധനികയായിരുന്നല്ലോ, വലിയ കച്ചവടക്കാരിയായിരുന്നു, സമ്പന്നയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് പടച്ചവനെ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. എന്നിട്ടും റസൂലുള്ളാഹിനെ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉമ്മയെ പോലെ, ഒരു ഭാര്യയെ പോലെ, ഒരു സഹോദരിയെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ ഒപ്പം നിന്ന് കൊടുത്ത മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ടാണ് തന്റെ ഭാര്യമാരോട് എപ്പോഴും ഖദീജയെ കുറിച്ചിട്ട് മഹത്തൻ നബി തങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് തന്റെ ഭാര്യയെക്കാൾ, മറ്റു ഭാര്യകളെക്കാൾ ഏറ്റവും കൂടുതൽ ഭാര്യം പടച്ച റബ്ബേ, ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിട്ടുള്ളത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് നന്മ നൽകണേ അല്ലാഹ്, നന്മ നൽകണേ അല്ലാഹ്.
എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് അതാ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഈ പരീക്ഷണത്തിന്റെ നാളുകൾ എന്നാണ് കഴിയുന്നത്? ഈ പരീക്ഷണത്തിന്റെ സാഹചര്യങ്ങൾ എന്നാണ് നബിയെ കഴിയുന്നത്? ഒന്ന് പറയുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യില് പിന്നെ അവിടുന്ന് പടച്ചവനെ അല്ലാഹുവേ അവിടുന്ന് വിളിക്കാനുള്ള വസ്തു എന്താണെന്നറിയോ? തന്റെ തോളിൽ കിടക്കുന്ന ഒരു വിരിപ്പ്, ഒരു പുതപ്പ്, ഒരു ഷാള് മാത്രമാണ് അവിടുന്ന് അവസാന കാലഘട്ടത്തിലുണ്ടായിരുന്നത്, ആ സമയങ്ങളിലൂടെ ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവരെ, കമ്പോളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെയും കുടുംബത്തെയും അവിടുന്ന് വിലക്കിയിട്ടുണ്ടല്ലോ. അവിടുന്ന് വിലക്കിയിരിക്കാൻ, അവിടുന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ഉമ്മ പരീക്ഷണത്തിന്റെ തീക്കൂച്ചോളയിലാണ് റസൂലുള്ളാഹ്. അല്ലാഹുവേ പടച്ചറബ്ബേ, നമുക്ക് അങ്ങനത്തെ വിഷമങ്ങൾ വന്നിട്ടുണ്ടോ? പടച്ചവനെ, ദിവസങ്ങളോളം പച്ചില തിന്നിട്ട് ഭക്ഷിക്കേണ്ട കഴിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഇതൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഇതാണ് റസൂലുള്ളാഹി അനുഭവിച്ച പരീക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കട്ടെ. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ദുനിയാവിന്റെ ത്വരയ്ക്ക് മുകളിൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത്, വിഷമങ്ങൾ അനുഭവിച്ച റസൂലുള്ളാഹിയാ. നമുക്ക് പറയാൻ കഴിയോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച തമ്പുരാനെ മനസ്സിലാക്കാൻ വേണ്ടി പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു തആല നൽകും. അല്ലാഹു തആല വിഷമങ്ങൾ തരും, സന്തോഷങ്ങൾ തരും, ഒരുപാട് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഇതും പരീക്ഷണമാണ്. നീ നിന്റെ പാവപ്പെട്ടവർക്ക്, നിന്റെ മുമ്പിലൂടെ കടന്നു വന്നവരെ എങ്ങനെയാണ് നീ സഹായിക്കുന്നത്? നിന്റെ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവർക്ക് നീ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാൻ അല്ലാഹു തആല പരീക്ഷണം നൽകാൻ ഒരുപാട് സമ്പത്ത് തന്നിട്ട്, ഒരുപാട് വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു, പട്ടിണി തന്നു, ദാരിദ്ര്യം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാൻ ഇതെല്ലാം തന്നിട്ട് നീ എന്നെ എങ്ങനെ അറിയുന്നുണ്ട്? അപ്പൊ രണ്ടും പരീക്ഷണാണ്. സമ്പത്തും പരീക്ഷണാണ്, അതേപോലെ തന്നെ ദാരിദ്ര്യവും നമുക്ക് പരീക്ഷണമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മൾ എന്താ വിചാരിച്ചു? ദുനിയാവിന്റെ ത്വരയ്ക്കും, ദുനിയാവെന്ന് പറഞ്ഞ പരീക്ഷണമാണ്. ഇവിടെ നിന്ന് നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം ഏറ്റ് ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നാളെ റബ്ബിന്റെ മുമ്പിൽ കിടക്കണം. അവിടെ വെച്ചിട്ട് നമുക്ക് വിജയം നൽകണം. അല്ലാഹു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അല്ലാഹുവേ നീ എത്തിക്കണേ. പടച്ചവനെ നീ എത്തിക്കണേ അല്ലാഹുവേ. പടച്ചവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നടക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. റബ്ബേ, അവിടത്തോടുള്ള മഹബ്ബത്ത് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാനാണ്. അതാ പടച്ച റബ്ബേ, ഖാദിസിയ യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്. ഖാദിസിയ യുദ്ധം ഇങ്ങനെ നടക്കുമ്പോൾ
പടച്ച റബ്ബേ, ആ ഖാദിസിയ യുദ്ധത്തിൽ കൈകാലുകൾ അറ്റുപോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. അതാ അവിടുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്, വല്ലാതെ ചിരിക്കുകയാണ്. അവിടുന്ന് ചിരിക്കുകയാണ്. കൈകാലുകൾ അവിടുന്ന് ശത്രുക്കളെ മുറിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ കാണുമ്പോ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ അങ്ങനെ പറയുമ്പോ എല്ലാവരും പറയും, പടച്ചവനെ അവനിക്ക് ഭ്രാന്തായിരിക്കുമല്ലോ, അവനിക്ക് ഭ്രാന്തായിരിക്കുമല്ലോ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം ചിരിച്ചത് എന്തിനാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹൃദയത്തോട് കണ്ടത് കൊണ്ടാണ്. തന്റെ ഹൃദയത്തിലേക്ക് പടച്ച തമ്പുരാന് ചേക്കേറിയത് കൊണ്ടാണ്. ഈമാനിന്റെ ധീരവ തന്റെ ഹൃദയത്തിൽ പടച്ച റബ്ബേ അവിടുന്ന് പൊട്ടിയത് കൊണ്ടാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ടുള്ളത്, അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്നത്. സ്വർഗം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, യമാമ യുദ്ധം കടന്നു വന്നപ്പോ ആ യമാമ യുദ്ധത്തിന്റെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് പടച്ചവനെ വയറ്റിനകത്ത് വെട്ടേറ്റിട്ട് കുടൽമാല ഇങ്ങനെ തൂങ്ങിയിരിക്കുകയാ. ആ കുടൽമാല ഇങ്ങനെ വാരി പിടിച്ചുകൊണ്ട് പടച്ചവനെ അവിടുന്ന് പറയുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ പുഞ്ചിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓടുകയാണ്. എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണമുമ്മ? അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗം കണ്ടത്, അള്ളാനെ കണ്ടുപോയതാണ്. അള്ളാനോട് തന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കടന്നു വന്നതാ മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ജീവിതത്തിന് 30 വർഷമാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹ് പരീക്ഷണങ്ങൾ കൊടുത്തത്. 30 വർഷമാണ് അല്ലാഹു തആല പരീക്ഷണങ്ങൾ കൊടുത്തത്. ആ 30 വർഷത്തെ പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ട് ഒരു പരാതി പടച്ച റബ്ബിന്റെ മുമ്പിൽ മഹാനവറുകൾ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ, രോഗങ്ങൾ കൊടുത്തിട്ട് അവിടുന്ന് പരാതി പറഞ്ഞിട്ടില്ലല്ലോ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടല്ലോ. അവിടുന്ന് പരാതി പറഞ്ഞിട്ടില്ല, അവിടുന്ന് ഇന്ന് പരാതി പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് അതാ തന്റെ കൂട്ടാളികൾ കടന്നു വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ, നിങ്ങൾക്ക് റബ്ബിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവരല്ലേ, ഇത് സഹിക്കാൻ ഞങ്ങൾക്ക് തന്നെ കഴിയുന്നില്ല തങ്ങളെ. നിങ്ങളുടെ വിഷമം കാണുമ്പോ, നിങ്ങളുടെ രോഗം കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമാണെന്ന് പറയുമ്പോൾ അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അവിടെ നിന്ന് പറയുകയാണ്, മല്ലയ്യറുല്ലാ ബിഖലാഇ വയസ്ബിറു അലാ ബലാഇ ഫലം യൽതമിസു റബ്ബൻ സിവായ. അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച കാര്യം എന്താണ്? അല്ലാഹ് പറയുകയാണ്, എന്റെ അടിമക്കൊരു വേദന ഞാൻ കൊടുക്കുമ്പോൾ, ഒരു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ അവനിക്ക് എന്നോട് തൃപ്തിയില്ലെങ്കിൽ എന്റെ പരീക്ഷണങ്ങളിൽ ഒരു വിഷമം കൊടുക്കും, അതിലവനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ വേറെ പടച്ച തമ്പുരാനെ കണ്ടുകൊള്ളട്ടെ, വേറെ ഉടമയെ കണ്ടുകൊള്ളട്ടെ, എന്റെ അടുത്തേക്ക് അവൻ വരണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു തആല വിഷമങ്ങൾ തരുന്നത്, അവിടുന്ന് വേദനകൾ തരുന്നത് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനാണ്. എന്തിനാണ്? അല്ലാഹനെ മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ അല്ലാഹ് പറയാണ്, ഞാൻ കൊടുക്കുന്ന വിഷമം, ഞാൻ അവർക്ക് വേദന കൊടുക്കുമ്പോ, സങ്കടങ്ങൾ കൊടുക്കുമ്പോ, ഞാൻ കൊടുത്ത സങ്കടത്തിലും വേദനയിലും അവർക്ക് ക്ഷമിക്കാനും അവിടുന്ന് തൃപ്തിയോടെ സ്വീകരിക്കാനും കഴിയുന്നില്ലെങ്കിൽ ഒരു വേറെ റബ്ബിനെ നോക്കിക്കോട്ടെ, എന്റെ അടുത്തേക്കാണ് വരണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതെന്തിനാ? അല്ലാഹനെ നമ്മൾ മനസ്സിലാക്കാനാണ്. നമ്മുടെ ഈമാനെ പല രൂപത്തിൽ അല്ലാഹു തആല പരീക്ഷിക്കും. എനിക്കും നിങ്ങൾക്കും ഹൃദയത്തിനകത്ത് ഈമാൻ ഉണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു, മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര പോയി. തന്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു മഹാനവറുകൾക്ക്. അങ്ങനെ ഒരു ദിവസം ഒരു യാത്ര പോയപ്പോ മഹാനവറുകൾക്ക് വല്ലാത്തൊരു ക്ഷീണം വന്നു. അങ്ങനെ ക്ഷീണം വന്ന് ഇത് എങ്ങനെ തന്റെ ഉമ്മയെ അറിയിക്കുമെന്ന് വല്ലാത്ത വേദനയിലാണ് മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ അങ്ങനെ വല്ലാത്ത വിഷമത്തോടെ കഴിയുന്ന, ക്ഷീണത്തോടെ കഴിയുന്ന മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് പറയുകയാ, ഈ വിഷയം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെയാണ് അറിയിക്കുന്നത്? എന്റെ വേദനകൾ, എന്റെ ക്ഷീണങ്ങൾ, എന്റെ സങ്കടങ്ങള് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരിക്കലും തന്നെ പടച്ചവനെ സഹിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹുവിന് അതാവിടുന്ന് വല്ലാത്ത വിഷമമായി. അതാ മഹാനവറുകൾ അവിടുന്ന് ഒരു കത്ത് എഴുതുകയാണ്. യാത്രക്കിടയിൽ ഒരു കത്ത് എഴുതുകയാണല്ലോ. ഉമ്മ, ആ കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. ആ കത്ത് എഴുതിക്കൊണ്ട് തന്റെ കൂട്ടാളികളുടെ, തന്റെ വൃത്തിന്റെ, തന്റെ ബടന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. തന്റെ ഉമ്മയുടെ കയ്യിലേക്ക് കത്ത് കിട്ടി. തന്റെ ഉമ്മ ഇങ്ങനെ കത്ത് നിവർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കത്തിങ്ങനെ വായിക്കുകയാണ്. ഉമ്മ, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ദിവസത്തില് നിങ്ങൾ വൈകാതെ പടച്ചവന്റെ ദുനിയാവിന്റെ തുടിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോ ഒരിക്കലും തന്നെ ഒരു പരീക്ഷണം നേരിടാത്ത, ഒരു വിഷമവും നേരിടാത്ത, ഒരു പ്രയാസവും നേരിടാത്ത ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടെത്തണേ. എന്നിട്ടുണ്ടല്ലോ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്ന്, ഒരുപാട് ഭക്ഷണം കൊടുക്കണമെന്ന്, നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ 1-2 ദിവസങ്ങൾ കടന്നു. ഉമ്മയതാ രാവിലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നേ വരെ ദുനിയാവിന്റെ തൊലിക്കുമുകൾ വിഷമം അനുഭവിക്കാത്തവരാരാ? ഓരോ വീടുകളും അവിടുന്ന് കയറുകയാണ്. ഓരോ വീടുകളും കയറുകയാണ്. പടച്ചവനെ, ഓരോ വീടുകളിലും കയറിയിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടോ? ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് പറയണേ, നിങ്ങൾ എന്നോടൊന്ന് പറയുമോ എന്ന് ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ അവിടുന്ന് കടന്നു ചെന്നുകൊണ്ട് ഓരോ വാതിലുകളും മുട്ടിക്കൊണ്ട് പറയുകയാണ്. ആ വാതിൽ മുട്ടിയിട്ട് വാതിൽ തുറന്ന് കടന്നു വരുന്ന ഓരോരുത്തരും പറയുന്നത്, ഞങ്ങൾക്ക് ഇന്നാലിന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് എന്നതാ അവിടുന്ന് പറയുകയാ. പടച്ചവനെ, അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിന്റെ കെട്ടുകളാണ് എല്ലാവർക്കും പറയാനുള്ളത്. അങ്ങനെ നിരാശരായി വൈകുന്നേരമായപ്പോൾ പടച്ചവനെ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയതാ അതാ പടച്ചവനെ കടന്നു വരികയാ. എന്നിട്ട് അവിടുന്ന് തന്റെ ഹൃദയത്തിൽ കൈവച്ചിട്ടൊന്ന് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് തന്റെ പൊന്നുമോൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളത്? പടച്ചവനെ, എന്റെ പൊന്നുമോന് വല്ല വിഷമവും പറ്റിയോ? എന്റെ പൊന്നുമോന് വല്ല പ്രയാസവും പറ്റിയോ? അതിന്റെ താഴത്താ, കത്തിന്റെ താഴത്ത് മഹാനവറുകൾ അവിടുന്ന് എഴുതുകയാണ്, ഖലബുൽ ഖലാഇ ജറാബി കുല്ലി മുഖവ്വിനി യാ ദാഹിബൽ അഹ്സാനി മാസാ തഹ്സനൂ. നിന്റെ ജീവിതത്തിന്റെ പ്രയാസമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എഴുതി വെച്ചതാണ്. നിന്റെ ജീവിതത്തിലുള്ള വിഷമവും നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചതാണ്. അതുകൊണ്ട്
ആ വിഷമങ്ങളെ നിന്റെ ഹൃദയത്തോട് നീ ചേർത്ത് വെച്ചോ, നീ അതിനെ സ്വീകരിച്ചോ. ഇൻകാന സഖതുക ലൈസ യജ്രി മുറാഹതൻ ഫരിദാക ബിൽ വൽവാ ഫരിദാക ബിൽ വൽവാ അഹഖു വ അഹ്സനു. അതിനാൽ ദുഃഖത്തിന് ശമനമില്ലെങ്കിൽ നീ അതിനെ ക്ഷമിച്ചോ. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന എല്ലാവിധ വിഷമങ്ങള് അത് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട്, അതിനകത്ത് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യമുള്ളത്? മറ്റുള്ളവന്റെ മുമ്പിൽ പോയിട്ട് നിന്റെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ളത്? പള്ളിയിലെ ഉസ്താദിനെ കാണുമ്പോ നീ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, അതല്ല പറയുന്നത്. തങ്ങളെ കാണുമ്പോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, അതല്ല പറയുന്നത്. പടച്ചവനെ വിഷമങ്ങൾ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതല്ല പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് പടച്ച റബ്ബിനോട് പറയുന്നത് പോലെ വിഷമങ്ങൾ അവിടെ നിന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഉമ്മ പറയുന്നത്, അവരെ കുറിച്ചാ പറയുന്നത്. അതാ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്, പടച്ചവനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് എല്ലാവർക്കും അല്ലാഹ് പരീക്ഷണങ്ങൾ തരുമല്ലോ, പല പല വേദനകൾ തരുമല്ലോ, പല പല പ്രതിസന്ധികൾ തരുമല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ചിന്തിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നായകനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അതാവിടുന്ന് പടച്ച റബ്ബേ ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിനം ഏതാണെന്നറിയോ? ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. ആരാ പറയുന്നത് പൊന്നുമോളെ? ആരാ പറയുന്നത്? ചെറുപ്പക്കാരാ, സ്വർഗീയ റാണിയാണ്, പെണ്ണുങ്ങളുടെ നേതാവാണ്, പെണ്ണുങ്ങളുടെ നേതാവാണ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബേ അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്ഥാനം കൊടുക്കുന്ന മഹതിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളാണ്. ഈ ലോകത്തെ പടക്കാൻ മുഴുവനും കാരണക്കാരനായ പ്രവാചകന്റെ പൊന്നുമോളാണ് അവിടുന്ന് സങ്കടം പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു അവസരം ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് പടച്ചവനെ 4 റൊട്ടി കൊണ്ടുവരികയാണ്. ഞാനുണ്ട്, എന്റെ അനിയുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഇവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് 4 പേർക്കും കഴിക്കാൻ 4 റൊട്ടി ഒരു ദിവസം എന്റെ ഭർത്താവ് കൊണ്ടുവന്നു. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിനമെന്ന് അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ, പടച്ചവനെ കല്യാണത്തിന്റെയും സൽക്കാരത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ബാക്കി വന്നിട്ട് അല്ലാഹുവേ കുഴിച്ചു മൂടുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? പടച്ചവനെ എത്രയോ ഭക്ഷണമാണ് പടച്ച റബ്ബേ തെരുവോരങ്ങളിലൂടെ വലിച്ചെറിയുന്നത്. ഉമ്മ, ഫലസ്തീനിന്റെ മണ്ണിലേക്കൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു തുള്ളി വെള്ളത്തിന് പോലും പടച്ചവനെ കെഞ്ചുന്ന സമയമാണവര്. അല്ലാഹുവേ ഒരു തുള്ളി വെള്ളമൊന്ന് കിട്ടിയിരുന്നെങ്കിലല്ലോ നിങ്ങൾ തൊണ്ടയൊന്ന് നനക്കാമായിരുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിന്റെ മക്കൾ ഇങ്ങനെ ഓടുകയാണ്. ഉമ്മ, ഓരോ കൊച്ചുമക്കള് പടച്ചവനെ ഓരോരുത്തരും കൊടുത്തിട്ട് ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോ കണ്ണ് നിറഞ്ഞുകൊണ്ട് പടച്ചവനെ ഭക്ഷണത്തിന് വേണ്ടി ഓടിക്കൂടുന്നത് കണ്ടിട്ടില്ലേ ഉമ്മ? അല്ലാഹുവേ കെട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുമക്കള് അവര് വരെ പാത്രങ്ങളെ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചുന്നത് കണ്ടിട്ടുണ്ടോ? ആഫ്രിക്കയുടെ വരാന്തരങ്ങളിലേക്കൊന്ന് പോയി നോക്ക്.
ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പടച്ചറബേ പെടഞ്ഞു മരിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ അല്ലാഹുവേ പടച്ചറബേ. എന്നിട്ടാണ് കല്യാണത്തിന്റെയും കുടിയിരുത്തത്തിന്റെയും സൽക്കാരത്തിന്റെയും നിക്കാഹിന്റെയും പേര് പറഞ്ഞിട്ട് പടച്ചവനെ പണമിങ്ങനെ വിതറുകയാണല്ലോ, പണമിങ്ങനെ എറിയുകയാണല്ലോ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കി കളയുകയാണല്ലോ. എത്രയോ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ്, അതാരും തന്നെ കഴിക്കുന്നില്ല, ബാക്കി വരികയാണ്. എന്നിട്ട് പടച്ചവനെ എവിടൊക്കെയോ കൊണ്ടുപോയി തള്ളുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവേ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ആർക്കും യുദ്ധം ചെയ്യുകയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവിടേക്കെത്തും നമ്മുടെ കാലഘട്ടം. ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യുദ്ധം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പഠിക്ക്. ഇതാണ് നമ്മുടെ ദുനിയാവ്. മനസ്സിലായോ? അവസാന കാലഘട്ടമാകുമ്പോ അങ്ങനെ ഇന്നെ പല ആളുകളും വെള്ളം പണം കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. മറ്റുള്ളവന്റെ വീട്ടിൽ നിന്ന് കെട്ടിയെടുത്തിട്ട് കൊണ്ടുവരുന്ന എത്ര വീട്ടുകാരുണ്ടെന്ന് അറിയോ? വല്ലാത്ത പ്രയാസങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.